കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നതുകൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെയും കാൾ ശ്രേഷ്ഠനായി തീർന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുടനീളം ദൈവത്തിന്റെ ചൈതന്യം നിറഞ്ഞു കവിയുവാൻ നാം പ്രാർത്ഥിക്കണം. ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെയും കാൾ ശ്രേഷ്ഠനായ ദൈവിക ചൈതന്യം നിറഞ്ഞവനായി നിന്നത് തന്റെ പ്രാർത്ഥനകളുടെ മറുപടിയായ അഭിഷേകത്തിന്റെ നിറവിലാണ്. ദാനിയേലിന്റെ മേൽ കുറ്റം ആരോപിക്കുവാൻ ദേശാധിപന്മാരും തലവന്മാരും പഴുതു നോക്കി നടന്നിട്ടും സാധിച്ചില്ല. കാരണം ദാനിയേൽ വിശ്വസ്തനായിരുന്നു. ഒരു കുറ്റവും അവനിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ദാനിയേലിന്റെ മേൽ കുറ്റം ആരോപിക്കുവാൻ സാധിക്കുകയില്ല, കാരണം അവൻ ദൈവത്തിന്റെ നിയമത്തിൽ വിശ്വസ്തനാണ്. സ്നേഹമുള്ളവരെ, ദൈവ നിയമത്തിൽ നാം വിശ്വസ്തനായി നിന്നാൽ നമുക്കെതിരെ ഒരു ആയുധവും കുറ്റാരോപണവും ഫലപ്രദമാകുകയില്ല. വിശ്വാസിയായി വിശ്വസ്തനായി വിശുദ്ധിയോടെ നിന്നാൽ ആ വിചാരം നിന്നെ തൊടുകയില്ല. മന്ത്രവാദം നിനക്ക് ഏൽക്കുകയില്ല. നിനക്കെതിരെ കടന്നു വരുന്ന എല്ലാ വിധികളെയും നീ ഖണ്ഡിക്കും. നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ വെളിപ്പെടുന്ന ദൈവിക സാന്നിധ്യത്തോടൊപ്പം നിനക്ക് ചെയ്യുവാൻ കഴിവുള്ള നന്മ അത് ലഭിക്കുവാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. നമ്മുടെ കർത്താവായ യേശുവിന് നന്ദി പറയാം. അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ഓ യേശുവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഹല്ലേലൂയ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നമുക്ക് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും, അവിടുന്ന് ചെയ്തു തന്ന സകല അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈ നിമിഷം നന്ദി പറയാം. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, ഓ എൻ്റെ യേശുവേ, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി പറയുന്ന കർത്താവേ. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്തിൽ നിന്നും എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന് ഞാനിതാ നന്ദി പറയുന്നു. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, അങ്ങേക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ഈശോയെ, അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ നിന്റെ വാണിയാൽ ചേർത്തണച്ചുവല്ലോ. ഹല്ലേലൂയ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ വാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഒരു ദീപമായി അവിടുന്ന് കടന്നു വരുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നെ അനുഗ്രഹിക്കുന്ന ഈശോയെ, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് ആരാധന,
പറയുന്നു കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന യേശു, അങ്ങേക്ക് ആരാധന അർപ്പിക്കുന്ന യേശു, ഇന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളും അങ്ങേക്ക് സ്തോത്രം ചെയ്യും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവായ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന സകലരുടെയും പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിക്കുകയും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.